അങ്ങനെ നമ്മുടെ കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കേരളം ഒന്നാകെ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വിധിയായിരുന്നു ഈ കഷായം ഗ്രീഷ്മയുടെ ഈ ഒരു വിധി അല്ലേ. എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഇവക്ക് മരണശിക്ഷ തന്നെ കിട്ടണമെന്ന്. പക്ഷേ ഈ ഒരു മരണശിക്ഷ വിധിച്ചിട്ട് ഇവക്കത് കിട്ടാതെ പോകരുത്. ഇപ്പം പല കേസ് നമ്മൾ കാണുന്നതാണ്, വധശിക്ഷ കൊടുത്തിട്ട് അവിടെ കൊണ്ടിട്ട് ആഹാരം കൊടുത്ത് വളർത്തിയെടുക്കുന്നത്. അതല്ല, ഇവളെ എല്ലാവരും മുന്നിൽ വെച്ച് തന്നെ തൂക്കിക്കൊല്ലണം. കാര്യം ഇതുപോലെ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഇതൊരു താക്കീതാകണം. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു വധശിക്ഷ പറഞ്ഞാൽ മാത്രം പോരാ, ആ ഒരു ശിക്ഷ നടപ്പിലാക്കുകയും കൂടെ വേണം അല്ലേ. അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ അമ്മാവന്, മൂന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മാവന് 3 വർഷത്തെ ശിക്ഷയാണ് കിട്ടിയത്. പക്ഷേ അതൊരു 7 വർഷം വരെ കിട്ടുന്ന ഒരു ശിക്ഷ ഒരു കുറ്റകൃത്യമായി ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ 3 വർഷം മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാലും ഒരു സന്തോഷമുണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടിയതില്ല അല്ലേ. എല്ലാവരും ആഗ്രഹിച്ചത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടണമെന്ന് തന്നെ ആയിരുന്നല്ലോ. പല ആളുകളും പറഞ്ഞിരുന്നു വധശിക്ഷ കിട്ടാൻ ചാൻസ് ഇല്ല, പ്രായം പരിഗണിക്കുന്നു. പക്ഷേ നമ്മുടെ കോടതി പറഞ്ഞത് ഷാരോണിനും മരിച്ചുപോയ ഷാരോണിനും ഗ്രീഷ്മയുടെ അതേ പ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായത്തിൻ്റെ കാര്യം കണക്കിലെടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പം കോടതി നല്ല രീതിയിൽ ചിന്തിച്ചു തന്നെയാണ് ഈ ഒരു ശിക്ഷാവിധി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഏകദേശം 586 പേജ് വരുന്ന വിധിന്യായത്തിൽ കുറച്ച് ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ കോടതി നമ്മളോട് പറഞ്ഞത്. അതിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ഈ ഒരു കേസ് തെളിച്ച രീതിയാണ്. അതായത് ഒരു തെളിവും ഇല്ലാത്തടത്തുനിന്ന് ഒരുപാട് നല്ല രീതിയിൽ അന്വേഷിച്ച് പല രീതിയിൽ ഏതൊക്കെ രീതിയിലേക്ക് ഇത് തെളിയിക്കാൻ കഴിയുമെന്ന് നല്ല രീതിയിൽ അന്വേഷിച്ചു പോലീസ്. അപ്പം അതുകൊണ്ട് തന്നെ പോലീസിന് പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ നമ്മുടെ കോടതി ആദ്യം പറയുകയുണ്ടായി. മാത്രമല്ല പിന്നെ നമ്മുടെ പോലീസ് വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നതും ജ്യൂസ് ചലഞ്ച് നടത്തിയത്. അത് കോടതിക്ക് മനസ്സിലായി, കോടതിക്ക് മുൻപായി തെളിഞ്ഞ കാര്യമാണ്. പക്ഷേ അത് എന്തുകൊണ്ടോ ഈ പ്രതിയുടെ കുറ്റകൃത്യത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അത് ചേർക്കാത്ത കാര്യം എന്താണെന്ന് നമ്മൾ കോടതി ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വിവാഹം ഉറപ്പിച്ച ശേഷവും ഈ പറഞ്ഞ ഗ്രീഷ്മയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ വിവാഹം ഉറപ്പിച്ച ശേഷവും നിശ്ചയം കഴിഞ്ഞ ശേഷവും നമ്മുടെ ഷാരോണുമായിട്ടും ലൈംഗിക ബന്ധത്തിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളും കോടതി എടുത്തു പറഞ്ഞു. അതായത് ഗ്രീഷ്മ ഒരു നല്ല ഒരാളല്ല എന്ന രീതിയിൽ തന്നെയാണ് കോടതി എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഷാരോണിന് ഗ്രീഷ്മയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. അതായത് മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു എന്നാണ് നമ്മുടെ കോടതി എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ പ്രതിഭാഗം പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാരോണിന് ഒരു പരാതിയും ഇല്ലെന്ന്. അപ്പം ഷാരോണിന് അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് പറയുന്നത് ഒരു പ്രസക്തിയും ഇല്ലെന്നാണ് കോടതി എടുത്ത് പറഞ്ഞത്. നമ്മുടെ ഗ്രീഷ്മയുടെ വക്കീൽ പറഞ്ഞിരുന്നു ഷാരോണിന് ഒരിക്കലും ഗ്രീഷ്മയ്ക്കെതിരെ പരാതി ഉണ്ടായിട്ടില്ല, മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയ്ക്കെതിരെ ഒരു തെറ്റായ കാര്യം അല്ലെങ്കിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ ഒരു നമ്മുടെ പ്രതിഭാഗം വക്കീൽ വാദിച്ചത്. അപ്പം അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് നമ്മുടെ കോടതി ഈ ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഗ്രീഷ്മ ഷാരോണിനോട് ചെയ്ത് ചതിയാണ്. പക്ഷേ മരണക്കിടക്കയിൽ പോലും നമ്മുടെ ഷാരോൺ ഗ്രീഷ്മയെ വിളിച്ചിരുന്നത് വാവ എന്നായിരുന്നു. ഈ ഒരു കാര്യമൊക്കെ കോടതി എടുത്തു കാണിക്കണം. കാര്യം ഇതൊക്കെ കോടതി പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോടതി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഷാരോണിന് നമ്മുടെ ഗ്രീഷ്മ ഒരുപാട് സ്നേഹമാണ് വിശ്വാസമാണ് എന്നിരിക്കെ ഈ ഒരു ജ്യൂസ് ചലഞ്ച് നടത്തിയല്ലോ ആദ്യമേ. അപ്പോൾ ആ ഒരു ജ്യൂസ് ചലഞ്ച് തന്നെ എന്തോ ഒരു വിഷം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഷാരോണിന് എന്ന് കോടതി എടുത്ത് പറയുന്നുണ്ട്. കാര്യം ആ ഒരു ജ്യൂസിൻ്റെ നിറ വ്യത്യാസം അല്ലെങ്കിൽ കുടിച്ചപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഷാരോണിന് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അത് റെക്കോർഡ് ചെയ്യുവാണ്, എന്താണ് ചലഞ്ച് എന്ന് ചോദിക്കുന്നുണ്ടോ ഷാരോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഷാരോൺ അത് റെക്കോർഡ് ചെയ്തെന്നാണ് കോടതി പറയുന്നത്. കാര്യം ഈ ഒരു ജ്യൂസ് ചലഞ്ച് കൊണ്ട് തന്നെ ഷാരോണിന് പല സംശയങ്ങളും ഗ്രീഷ്മയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഗ്രീഷ്മയോടുള്ള സ്നേഹം കാരണം അത് ഒരു കാര്യമായി എടുത്തതുമില്ല എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെ ഒരുപാട് മെയിൻ പോയിൻറ്റ്സുകൾ നമ്മുടെ കോടതി എടുത്തു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിധിപ്പകർപ്പെല്ലാം നമുക്ക് കിട്ടിയാൽ മാത്രമേ എന്തൊക്കെയാണ് കോടതി എടുത്ത് എന്തൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പറയാൻ കഴിയത്തുള്ളൂ. അപ്പം കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ നമ്മുടെ കോടതി പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ ഗ്രീഷ്മയ്ക്ക് ഇത്തരത്തിലൊരു വധശിക്ഷ കിട്ടി. അപ്പം ഗ്രീഷ്മ വിചാരിച്ചിരുന്നത് ഒന്നെങ്കിൽ ഒരു ജീവപര്യന്തം ഒരു 12 വർഷം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 14 വർഷം കിട്ടുമായിരിക്കും, അതിൽ കൂടുതൽ എന്തായാലും കിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് സുഖമായി ജീവിക്കാമെന്നാണ് പോലീസുകാരോട് പോലും നമ്മുടെ ഗ്രീഷ്മ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം എന്തായാലും ആകെ തകിടം മറിഞ്ഞ് ഗ്രീഷ്മയുടെ ഭയങ്കര ഒരു സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു പുറത്ത് വന്ന് വീണ്ടും ജീവിക്കുക എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഗ്രീഷ്മ പുറത്ത് വരില്ല, ആ രീതിയിലെ ഒരു പ്രവൃത്തിയാണ് ഗ്രീഷ്മ ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ ഇതിനെതിരെ അപ്പീലൊക്കെ പോകാമായിരിക്കും, പക്ഷെ അപ്പീൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും പോയാലും ഇത് തന്നെ ആയിരിക്കും കിട്ടാമോ ശിക്ഷയും.